അപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു RX100 ആണ്. അതായത് നമ്മുടെ വർക്ക്ഷോപ്പിൽ 2022 അവസാനത്തെ രജിസ്ട്രേഷനാണ്. അപ്പോൾ 2 RD ഉൾപ്പെടെ ഏകദേശം ഒരു 12 വണ്ടി ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വർക്കാണ്. അപ്പോൾ ഈ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് വണ്ടി 100 വരുന്ന 4 സ്പീഡാണെന്ന് അറിയാലോ. അപ്പോൾ 4 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് മാറ്റിയിട്ട് നമ്മൾ 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് 5 സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഒന്നാമത്തെ പ്രത്യേകത. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മുടെ ബ്രെംബോയുടെ ഹൈഡ്രോളിക് ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബ്രെംബോയുടെ ഒരു ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ വണ്ടിയുടെ ക്ലച്ച് കൺവേർട്ട് ചെയ്തിട്ട് ഹൈഡ്രോളിക് ക്ലച്ചിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിലെ മീറ്റർ അതുപോലെ തന്നെ വണ്ടിയുടെ ഹാൻഡിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മീറ്റർ വെച്ചേക്കുന്നത് നമ്മൾ സ്ഥിരം 100 135 ചെയ്യുന്ന വർക്കുകൾ തന്നെ RX100 മീറ്ററാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ വൈഡ് ഹാൻഡിൽ ബാർ ആക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെഡിൻ്റെ ഒരു കളർ പെയിൻറ്റ് സ്കീമാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തതാണ്. അപ്പോൾ വണ്ടിയുടെ നമ്മുടെ ഫ്രണ്ട് മഡ് ഗാർഡ്, ബാക്ക് മഡ് ഗാർഡ്, അതുപോലെ തന്നെ വണ്ടിയുടെ കാരിയർ, ക്രാഷ് ഗാർഡ്, അതേപോലുള്ള ബാക്കി മെറ്റൽ പാർട്ടുകളെല്ലാം നമ്മൾ പ്ലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ഡ്യുവൽ ഡിസ്കിൻ്റെ ബ്രേക്ക് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്നത് ബ്രെംബോയുടെ അസംബ്ലിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ വണ്ടി നല്ല പവറും കാര്യങ്ങളും കൂടാൻ വേണ്ടിയിട്ട് വണ്ടി നമ്മളൊന്ന് പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് സ്റ്റോക്ക് 100 ഓടിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ അറിയാമെങ്കിലും പുള്ളിയുടെ കസ്റ്റമറിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടൊരു ബൈക്കിനെ ബിൽഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അതായത് ഒരു 100cc എന്ന് തോന്നാത്ത രീതിയിൽ, അതായത് ആദ്യമായിട്ടൊരാൾ ഈ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഇത് 100cc ആണോ അല്ലെങ്കിൽ ഒരു 135 പോർട്ട് ചെയ്ത വണ്ടി നമ്മൾ സൈഡ് കവർ മാറ്റി 100 വെച്ചിരിക്കുന്നതാണോ എന്ന് തോന്നുന്ന രീതിയിൽ വണ്ടി ബിൽഡ് ചെയ്യണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വണ്ടി എഞ്ചിൻ പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയുടെ പെർഫോമൻസ് കൂട്ടുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ളൊരു ബ്രേക്കിംഗ് കൂടെ വണ്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളി നമ്മളടുത്ത് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡിസ്ക് അസംബ്ലിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്ക് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൾസർ NS200 പുറകിൽ വരുന്ന ഡിസ്ക് പ്ലേറ്റാണ് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കാലിപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരെണ്ണം TVSൻ്റെ എൻഡോർക്കിൻ്റെതും ഒരെണ്ണം Yamaha റേയുടേതുമാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പ് ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഒരേപോലെ തന്നെ 2 സൈഡും നമുക്ക് പുറത്തോട്ട് ഇങ്ങനെ ഫേസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 2 കമ്പനികളുടെ കാലിപ്പർ നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കൊക്കെ ഇത് രണ്ടും സെയിം ആണ് എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തോന്നും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ RD US സ്പെക്കിൽ വരുന്ന കാലിപ്പർ ഇതേപോലെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് അവർ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ നമ്മൾ ഈ ഔട്ടർ ട്യൂബ് നോക്കുകയാണെങ്കിൽ നമ്മുടെ RX100 ഡ്രം ബ്രേക്ക് വരുന്ന ആ സ്റ്റോക്ക് ഔട്ടർ ട്യൂബ് തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ സെറ്റപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അലൂമിനിയം ആയതുകൊണ്ട് നമ്മൾ അലൂമിനിയം ഇലക്ട്രിക് വെൽഡിങ് ചെയ്ത് ഇതിനെ നല്ല ഫിനിഷ് ചെയ്ത് ഷോറൂം കണ്ടീഷനിൽ എങ്ങനെ കിട്ടുമോ ആ രീതിയിൽ ഫിനിഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്താണ് നമ്മൾ ഈ ഔട്ടർ ട്യൂബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡിസ്ക് ബ്രേക്കിൻ്റെ ട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ 145 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന ട്യൂബാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 100ൻ്റെ ട്യൂബ് മതിയാവും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ വണ്ടിക്ക് കുറച്ചുകൂടെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ട്യൂബ് ഇങ്ങനെ മുകളിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ സെയിം സൈസിലുള്ള അതായത് 145ൻ്റെ 2 ട്യൂബ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്കിൻ്റെ ട്യൂബ് അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് പോകുന്ന നമ്മൾ ഈ ട്യൂബ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സ്ട്രാ ക്ലാമ്പും കാര്യങ്ങളൊക്കെ 2 സൈഡിലും എക്സ്ട്രാ നമ്മൾ ഫിറ്റ് ചെയ്ത് എക്സ്ട്രാ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊന്ന് രണ്ടും വൃത്തിയായിട്ടില്ലാത്ത രീതിയിലൊന്ന് അലൈനായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഭാഗത്ത് അകത്തൊരു ക്ലാമ്പ് ചെയ്തിട്ട് ആ ട്യൂബിനെ നമ്മളവിടെ ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഹോൺ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ട് ക്രാഷ് ഗാർഡിലൊരു ഡ്യുവൽ ഹോൺ സെറ്റപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ബ്രെംബോ മാസ്റ്റർ സിലിണ്ടറിൻ്റെ ആ ഒരു ലിവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വണ്ടി ഒന്ന് മറിഞ്ഞ് വീഴ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ലിവർ ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം വീണ ഉടനെ പൊട്ടാനുള്ളൊരു ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊരു ഫ്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് അപ്പോൾ വീഴാണെന്നുണ്ടെങ്കിൽ ഇത് മടങ്ങും. അതുകൊണ്ട് ലിവർ പൊട്ടിപ്പോകുന്നത് നമുക്ക് അത്യാവശ്യം ഇത് കോസ്റ്റ്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും ഒഴിവാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ശരിക്കും ഒരു 100cc ഒരു പവർ പാക്കായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ലിവർ ഒന്ന് പുള്ളി ചെയ്ത് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ ക്ലച്ച് വർക്ക് ആവുകയും നമുക്ക് പെട്ടെന്ന് ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.
അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ക്ലച്ചൊക്കെ ഹൈഡ്രോളിക് സെറ്റ് ചെയ്യുന്ന പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ നിന്ന്, അതായത് നമ്മുടെ ആ ഒരു ക്ലച്ചിൻ്റെ ആ ഒരു ബുഷ്, ലിവർ ബുഷ് പുഷ് ചെയ്ത് മേളിലേക്ക് വലിക്കുന്ന രീതിയിലുള്ളൊരു ഹൈഡ്രോളിക് അസംബ്ലിയാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് ശാശ്വതമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ക്ലച്ചിൻ്റെ റോഡിനെ പുഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിസ്റ്റനും കാര്യങ്ങളൊക്കെയാണ് നമ്മളിൽ അസംബിൾ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ലെയ്ത്ത് വർക്ക് ചെയ്തിട്ട് നമ്മളല്ല സ്ലീവ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവമൊക്കെ റിമൂവബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓയിൽ സീലോ കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം അഴിച്ച് പണിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ക്ലച്ചിനകത്ത് വരുന്ന 4 സ്പ്രിങ് റിട്ടേൺ വിടുമ്പോഴത്തേക്ക് ഈ പിസ്റ്റൺ തിരിച്ച് പുറകിലേക്ക് തള്ളുന്ന ആ രീതിയിലാണ് നമ്മൾ ഇത് അസംബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയിൽ സ്റ്റിക്കറും കാര്യങ്ങളും, എഞ്ചിൻ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇപ്പം ജസ്റ്റ് ഒരു ടെസ്റ്റ് റൈഡും കാര്യങ്ങളും പോലെ നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് സമയം കിട്ടിയപ്പോൾ ഞാനും വർക്ക്ഷോപ്പിലോട്ട് വെറുതെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി ബാക്കി കുറച്ച് വർക്കുകളുണ്ട്. അതായത് ജസ്റ്റ് ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയിപ്പം നാളെ ചെയ്തിട്ടാണ് വണ്ടി നമ്മൾ ബാംഗ്ലൂർ കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പൊതുവെ നമ്മൾ റെസ്റ്റോറേഷൻ വർക്കുകളെല്ലാം ചെയ്തു വരുന്ന അതേപോലെ ഐക്കോണിക് ആയിട്ടാണ് RX ഇസഡിൻ്റെ മീറ്റർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസഡിൻ്റെ കീ സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു വൈറ്റ് ടൈപ്പ് ഹാൻഡിൽ ബാർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോഗ് ലാമ്പ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒന്ന് ബാംഗ്ലൂർ എത്തിക്കാൻ വേണ്ടിയിട്ട് രാത്രി റൈഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളതവിടെ ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ അതിന് വേറെ ഓപ്ഷനും കാര്യങ്ങളും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്പർ പ്ലേറ്റിൽ ക്ലാമ്പ് ചെയ്തിട്ട് ഈ ഫോഗ് ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് മേളിൽ ഐക്കാർഡ് കൊടുക്കാം, ജസ്റ്റ് കയറി ഒന്ന് കണ്ടുപോകും. പിന്നെ അല്ലാതെ ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ സീറ്റ് നമ്മൾ ബേസ് ഉൾപ്പെടെ മാറ്റിയിട്ട് പുതിയ സീറ്റ് നമ്മളതിൽ ചെയ്തിരിക്കുകയാണ്, കുഷൻ വർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സീറ്റ് നമ്മൾ RD ടൈപ്പാണ് നമ്മളതിൽ റെക്സിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ക്യാരിയർ ലോങ് ടൈപ്പ് ക്യാരിയറാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 100ൽ വരുന്ന സ്റ്റോക്ക് ഇൻഡിക്കേറ്ററും സ്റ്റോക്ക് ടെയിൽ ലാമ്പും ബാക്കി മഡ്ഗാർഡ് കാര്യങ്ങൾ ഫ്ലാപ്പ് അതെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. ടെയിൽ സെക്ഷൻ ഫുൾ സ്റ്റോക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ പൊതുവേ ചെയ്യാറുള്ള പോലെ തന്നെ വണ്ടിയുടെ സ്റ്റോക്ക് സസ്പെൻഷൻ മാറ്റിയിട്ട് കുറച്ചുകൂടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് TVSൻ്റെ ഫിനിക്സിൽ വരുന്ന സീരീസ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ സസ്പെൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 100ൽ ചെയ്തിരിക്കുന്ന 5 സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 സ്പീഡിൻ്റെ ആ ഒരു അതിൽ നമ്മൾ 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കി കാർബറേറ്റർ, വണ്ടിയുടെ ഹെഡ്, വണ്ടിയുടെ ബാക്കി കാര്യങ്ങൾ, ക്ലച്ച് ഇതെല്ലാം സ്റ്റോക്ക് തന്നെയാണ്. 100 4 സ്പീഡിൽ വരുന്ന സ്റ്റോക്ക് തന്നെയാണ് എല്ലാം വെച്ചിരിക്കുന്നത്. സൈലൻസർ പോലും മാറ്റിയിട്ടില്ല, എല്ലാം സ്റ്റോക്കാണ്. അപ്പം മെയിനായിട്ട് ഇനി വണ്ടിയിൽ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസാണ് കാണിക്കാനുള്ളത്. അപ്പോൾ അതെന്തായാലും ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യത്തിലല്ല, മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ രണ്ടാമതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.